എൻ്റെ പേര് സഹദ്, തലശ്ശേരിയാണ് സ്ഥലം. ഞാൻ 2021 ഡോപ്പ ക്യാപ്സ്യൂൾ ബാച്ചിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടേതായിരുന്നു ഫസ്റ്റ് ബാച്ച്. അപ്പോൾ എൻ്റെ ഒരു കസിന് മുഖാന്തരമാണ് ഞാൻ ഈ ഡോപ്പയെ പറ്റി അറിയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും, ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു റിനോവേറ്റീവ് ആയിട്ടായിരുന്നു അവരെ കൺസെപ്റ്റ് മൊത്തം. ഡോപ്പ ക്യാപ്സ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ 2 മാസം കൊണ്ട് അല്ലെ 3 മാസം കൊണ്ടൊക്കെ ഒരു NCERTയുടെ ഫുള്ള് ലൈൻ ബൈ ലൈൻ എന്ന് പറയാൻ മാത്രം അത്രയും ഫുൾ പക്കയാക്കിക്കൊണ്ട് ഈ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നു. അപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ചെറിയ മാസം കൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു റിസൾട്ടാണ് ഡോപ്പയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഡോപ്പ ഇപ്പോൾ 1ാമത്തെ ബാച്ചിൻ്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വിജയത്തോടെ കൂടി 2ാമത്തെ ബാച്ചിലേക്ക് കാലുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും നീറ്റ് എക്സ്പീരിയൻ്റ് ആയിട്ടുള്ള എല്ലാവരും നല്ലൊരു വിജയത്തിനും നല്ലൊരു റാങ്കിനും വേണ്ടിയിട്ട് ഡോപ്പ വിശ്വസിക്കാമെന്ന് എൻ്റെ ഒരു അനുഭവമാണ്. അറൗണ്ട് 6 months ജേർണിയിൽ ഞാൻ ക്യാപ്സ്യൂൾ ബാച്ചിലുണ്ടായിരുന്നു. നമ്മളെ ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സ് തന്നെ അവർ പറയുന്നത് ഇറ്റ് ജസ്റ്റ് നോട്ട് എ ക്രാഷ് തന്നെയാണ്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു അത്. കാരണം അവിടെ വെൽ ഷെഡ്യൂൾ ആയിട്ടുള്ള നമുക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സിലബസ് പോകുന്നത് നമുക്കറിയില്ല. ഇത്ര ദിവസം കൊണ്ട് ഇത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് എക്സാംസ് ഉണ്ടാവും. അതുകൂടാതെ റിവിഷൻ ടെക്സ്റ്റ് സ്പെഷ്യലായിട്ട് വരും. പിന്നെ പറയാനുള്ളത് മെൻറ്റർഷിപ്പാണ്. മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് തന്നെ പോകേണ്ട ഓൺലൈൻ മെൻറ്റർഷിപ്പ്. എനിക്ക് ഫസ്റ്റ് ടൈം വന്നത് ഐഷത്തയായിരുന്നു, സെക്കൻഡ് ടൈം വന്നത് അജിത് സാറായിരുന്നു. 2 പേരും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് പോകുമ്പോഴും NCERT പഠിച്ച് എത്തുന്നില്ല അങ്ങനെ പറയുമ്പോഴും നീറ്റിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇറ്റ്സ് ഓക്കെ, നീ ഇത് പഠിക്കേണ്ട, ഇതിങ്ങനെ പഠിച്ചിട്ട് പുതിയതൊന്നും പഠിക്കണം, അങ്ങനെ അവൻ്റെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും അല്ല. എക്സാക്റ്റ് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എന്ത് പഠിക്കേണ്ട എന്നെല്ലാം വ്യക്തമായിട്ട് തരുന്ന മെൻറ്റർഷിപ്പാണ് ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയിട്ട് ഞാൻ ക്രാഷ് കോഴ്സിൽ കാണുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് എക്സാംസിൽ നമുക്ക് ഇത്രയും എക്സാംസ് ഉണ്ടാകും. ലാസ്റ്റ് നമുക്ക് ഫുൾ കുറേ മോക്ക് എക്സാം വരും, പിന്നെ മോഡൽ എക്സാം വരും, ഫുൾ ടോപ്പിക് എക്സാം, അത് കൂടാതെ മാരത്തോൺ എക്സാം ശരിക്കും എന്താ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് നമ്മൾ ഒരു ദിവസം 5 എക്സാം എഴുതും. ഒരു സബ്ജക്റ്റിലാണ് നമ്മൾ 300 ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പോൾ 3 സബ്ജക്റ്റിലൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കാണും, അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു. അങ്ങനെ 2 മാരത്തോൺ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, +1 +2 ടോപ്പിക്സ്. സോ എഫക്റ്റീവായിരുന്നു. നീറ്റ് ക്രാക്ക് ചെയ്യാൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്സ്യൂൾ മാത്രം മതി എന്ന് തന്നെയാണ് ഞാൻ പറയുക.